8 ദിവസം കഴിയുവാനായി ആകാശയാത്രയായി സുനിത വില്യംസ് സ്കൂട്ടറുമൊത്ത് സ്പേസ് സ്റ്റേഷനിലേക്ക്. ചില ബുദ്ധിമുട്ടിനാലെന്ന് തിരികെ വരുവാനായില്ല. 9 മാസം അവിടെ അവർക്ക് കഴിയുകയായി വന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവർ ഇങ്ങനെ ഈ നാളിനെ ജീവിച്ചു എന്നത് കേൾക്കാം. അമേരിക്കൻ ലാബ് ടെക്നോളജി അതിനുള്ളിൽ ഉറങ്ങാനായി സ്ലീപ്പിംഗ് സ്റ്റേഷൻ പലതുണ്ട്. ഗ്രാവിറ്റി കുറവാൻ എലിബലം അത് ക്ഷയിച്ചിടും. വ്യായാമം ചെയ്തിടേണം, അതിനാൽ സ്ഥലം അവിടുണ്ട്. നേരെ അടുക്കള ഭാഗത്തേക്കായി പോകാം. ഇറച്ചിയും മുട്ടയും പച്ചക്കറിയും പലതവിടുണ്ട്. അതു കെട്ടിവെക്കലാണവിടെ ആവശ്യമുള്ളൊരാ നേരം. ഭക്ഷണം അതിൽ നിന്നും എടുത്തവരും പാകം ചെയ്തിടും. സ്പേസ് സ്യൂട്ട് കണ്ടിടാമിനിയായി പുറത്തിറങ്ങിടാനിത് വേണം. ഇതു ധരിച്ചുവെന്നാലേ ജീവൻ നിലനിർത്താനാകൂ. തണുപ്പും ചൂടും അവിടെ കൂടുതലാണ്. സ്യൂട്ടിനു ഭാരം 130 കിലോയാ. എന്നാൽ ഭാരം തീരെ തോന്നാറില്ല. ഗ്രാവിറ്റി അതിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സ്യൂട്ടിൻ പുറകിൽ ഓക്സിജനാ, ഹെൽമെറ്റും അതിന്മേലുണ്ട്. വിഷവാതകം പുറന്തള്ളുവാൻ വഴിയുമുണ്ട്. ഹെൽമെറ്റിൽ സൺഗ്ലാസും വെച്ചിട്ടുണ്ട്. കൂടുതലായി സൂര്യനടുവ് താഴത് കൊണ്ട്. നമ്പർ 1ഉം 2ഉം പോകാനായി ടോയ്ലറ്റുണ്ട്, ടിഷ്യൂ പേപ്പറുമുണ്ട്. എയർവിങ്സ് ഇല്ലാതാകും ചില നേരത്ത്. പാറിയിടാതെ നോക്കാൻ വഴിയുമുണ്ട്. അങ്ങനെ വന്നിടും നേരത്ത് രക്ഷയ്ക്കായി പാമ്പേഴ്സുണ്ട്. പേഴ്സണാലിറ്റി ഉണ്ടായിടുവാൻ ഡോറുമുണ്ട്. കുപ്പോള എന്നൊരു ഭാഗം ഇനിയുണ്ട്. നമ്മുടെ ഭൂമി അവിടെ നിന്നാൽ കാണാം. മേഘം കാലിന്റെ ഭാഗത്താൽ കാണാം. ഭൂമിയിലുള്ളവർക്കാണേ മേലെ കാണും. ഇനി സോയൂസ് സ്പേസ് ക്രാഫ്റ്റിൽ അതിലൂടെ അവർ താഴെ വരും. തിരികെ നേരെയാണ് ഭൂമിയിലേക്ക് പോകൽ. താഴെ കവാടമെത്തുമ്പോൾ മേൽ കണക്ഷൻ കട്ട് ചെയ്തിടും. കോൺ ഷേപ്പിലുള്ളൊരു ഡോറ് കൊണ്ടതിൻ ഭാഗമടച്ചിടും. ശേഷം പോകും പേടകം